കഴിഞ്ഞ ദിവസം ഉത്സവം കാണാൻ പോയിട്ട് വന്നിട്ട് ഒത്തിരി താമസിച്ചാണ് കിടന്നത്. അപ്പോൾ രാവിലെ എഴുന്നേക്കാനും അതുപോലെ താമസിച്ചു. എഴുന്നേറ്റപ്പോൾ തന്നെ എടിപിടിയെന്ന് തമ്പുരുവിനെ കുളിപ്പിച്ചൊരുക്കി കഴിക്കാൻ 2 പൂരി ഉണ്ടാക്കി കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടു. ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തേക്ക് പൂരി ഉണ്ടാക്കി, ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചപ്പാത്തിയാക്കി. വറക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് കിളിമീൻ വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു. അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് വറുത്തു. ബാക്കി ചപ്പാത്തിയുടെ കൂടെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം വഴറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്തിട്ട് പുളിയും ചേർത്ത് കൊടുത്തു. ചൂടുവെള്ളം ഒഴിച്ചു, ഉപ്പും ഇട്ട് കൊടുത്തു. നമ്മുടെ കുഞ്ഞ് കിളിമീനെ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് ഞങ്ങൾക്ക് 3 പേർക്കും പൂരിയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടന് മാത്രം വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഒരു 2-3 എണ്ണം ഉണ്ടാക്കിയെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് അങ്ങനെ ഇടിപിടിയിൽ നമ്മുടെ ചപ്പാത്തിയും മീൻകറിയും റെഡിയാക്കി എടുത്തു. നോൺ വെജ് ഒക്കെ കൊണ്ടുവന്ന ദിവസം കുറച്ച് കൂടുതൽ ഒരു പാത്രത്തിൽ എടുക്കും. കാരണം വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ മീൻകറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു ഓറഞ്ചും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.